ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയ പ്രേക്ഷകർക്ക് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞും അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ ഗൗരവത്തോടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചും റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുകയാണ്. വെറുതെ ഒരു യാത്രയല്ല, അധികൃതരുടെ ശ്രദ്ധയിലേക്കാണ് ഓരോ റിപ്പോർട്ടും കടന്നു ചെല്ലുന്നത്. ഒപ്പം ദുരിതക്കയങ്ങൾ നീന്തിക്കയറിയ പ്രതിസന്ധികളെ മറികടന്ന അതിജീവന കഥകളുടെ കാഴ്ചകളും കൂടിയാണ് റൈഡിംഗ് റിപ്പോർട്ടർ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ യാത്ര തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത വയോധികയെ സിവിൽ സപ്ലൈസ് വകുപ്പ് ഒരേക്കറിന്റെ ഉടമയാക്കി മാറ്റിയ നീതി നിഷേധത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ആദ്യം കടന്നു ചെല്ലുന്നത്. ഒരേക്കറിന്റെ ഉടമയായതോടെ റേഷൻ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 77കാരി തന്റെ നിസ്സഹായാവസ്ഥ ബോധിപ്പിക്കാൻ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ്. ഹാജിറ ഉമ്മയ്ക്ക് ഒരേക്കർ ഭൂമിയില്ലെന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടും അത് സിവിൽ സപ്ലൈസ് വകുപ്പ് മുഖവിലക്കെടുത്തില്ല. ആ ഉമ്മയുടെ ആശങ്കയിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ കടന്നു ചെല്ലുന്നത്. ഹലോ ഹലോ 24 നിഖിലല്ലേ? അതെ 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 നെന്മാറിലെ നമ്മുടെ ഒരു ചെറിയ വിഷയം ഉണ്ടല്ലോ, ഒരു റേഷൻ കടയുമായി ബന്ധപ്പെട്ടത്. ഒന്ന് വരാൻ പറ്റില്ലേ? ഓ തീർച്ചയായിട്ടും വരാം. നമുക്ക് റൈഡിംഗ് റിപ്പോർട്ടറിൽ തന്നെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നെന്മാറയിലേക്ക് ഹാജറത്തെ തേടി പോവുകയാണ്. സത്യത്തിൽ വയറ്റത്തടിക്കുന്ന നടപടിയാണ് സിവിൽ സപ്ലൈസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നേരിൽ ചെന്ന് അന്വേഷിക്കാം. കൽമുക്ക് അടുത്ത ജംഗ്ഷൻ അല്ലേ? ഓക്കെ ഓക്കെ. അത് നെന്മാറേൻ്റെ അപ്പുറല്ലേ? ഓക്കെ. നെന്മാറ കൽമുക്കിലെ ഹാജറത്തയുടെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ എന്താണ് ഇപ്പോൾ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം അമ്മയ്ക്ക് ഉണ്ടായിരുന്ന റേഷൻ കാർഡ് ആദ്യം ഇതായിരുന്നു. അത് ഈ മുൻഗണനാ വിഭാഗത്തിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കീറിക്കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് വെള്ള കാർഡാണുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഒരു ഏക്കറിൻ്റെ ഉടമയായി മാറിയത്? നിങ്ങൾക്കുള്ളത് ഇല്ല, എനിക്കറിയില്ല. ഞാൻ അരിക്ക് പോണു. ആ മാസത്തിൽ മാത്രം അരിക്ക് പോയി. അരിക്ക് പോയപ്പോൾ എന്താ നിങ്ങളുടെ ചീട്ട് ഇങ്ങനെ വെള്ളച്ചീട്ട് ചോദിച്ചു. എനിക്കറിയില്ല മക്കളെ പറഞ്ഞു. അപ്പം അവർ ഈ മാസത്തിൽ അരിയും തന്നാ പിറ്റേ മാസത്തിൽ അരിക്കുമ്പോഴേക്ക് ഇല്ലാണ്ടായി. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് പറയുന്നുങ്ങ. പോയിട്ട് അവർ തിരിച്ചു വിട്ടു. അപ്പോൾ ഇന്ന മാതിരിയാണ് പോയിട്ട് നിങ്ങൾ ചിറ്റൂർ പോവുകയും പറഞ്ഞു. ചിറ്റൂർ പോയി ഇതുകൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന മാതിരിയാണ് ഇതിൽ വെള്ളക്കാരനാണ്. നിങ്ങൾക്ക് 1 ഏക്കർ സ്ഥലവും 3 സെന്റ് സ്ഥലവും 5 സെന്റ് സ്ഥലമാണ്. എൻ്റെ 3 സെന്റിൽ കൊണ്ടുപോയി 5 സെന്റാക്കി എന്നാണ് അവരാക്കി ഇറക്കുന്നത്. എനിക്കാണെങ്കിൽ ഒന്നുമില്ല. എനിക്ക് അവിടെ നിന്ന് വരെ 1 ഏക്കരാ 3 സെന്റ് സ്ഥലത്തിൽ അതാ വരെ ആധാരം വെച്ചിട്ട് അവിടെ കിടക്കുന്നു സൊസൈറ്റിയിൽ. അതിന് നോട്ടീസായിട്ട് വെപ്പതിയായിട്ട് അത് കിടക്കുന്നുണ്ട് 4 ലക്ഷത്തിൻ്റെ. അപ്പം ഞാൻ അത് കെട്ടുമോ? ഞാൻ ഈ 1 ഏക്കര ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ പങ്കി എല്ലാവർക്കും എനിക്ക് കഞ്ഞിക്കുള്ള വകയായി മക്കളെ. ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു തരീ. നെന്മാറ വില്ലേജ് ഓഫീസർ പറഞ്ഞല്ലോ നിങ്ങളെ പേരിൽ ഈ 1 ഏക്കർ സ്ഥലം ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു സാക്ഷ്യപത്രം തന്നിട്ടുണ്ടായിരുന്നു. അത് ഹാജരാക്കിയിട്ടും പക്ഷെ സമ്മതിച്ചിട്ടില്ല. അവർ സമ്മതിച്ചിട്ടില്ല. ഒരു കുട്ടിനെയും കൊണ്ടാണ് ഒരു 3 വയസ്സായ കുട്ടിയും കൂടി എവിടെ നിൽക്കണില്ല. ഇവിടുന്ന് ഒരാൾക്ക് 300 റുപ്യ വേണം. 600 റുപ്യ 2 ആൾക്കും കൂടി 2 മറി പോയിട്ട് വരാൻ. വില്ലേജിലും പോയി ഞാൻ 3 മറി പോയിപ്പോൾ ഞാൻ എണിക്കാൻ വയ്യാത്തവൾ നമ്മാർക്കും കൂടി ഞാൻ വണ്ടിയിൽ പോകണില്ല. അങ്ങനെയുള്ളവിടെ ഇപ്പോൾ ഞാൻ 2 മറി ചുറ്റൂരും പോയി, വില്ലേജിൽ ഒരിക്കലും പോയി, 3 മറി പോയി മക്കളെ. എന്നിട്ടും ആയിട്ടില്ല. എനിക്ക് സങ്കടം തീരുന്നില്ല. കർഷക തൊഴിലാളിയല്ലേ? ഞാൻ കർഷക തൊഴിലാളിയാണ്. എന്ത് ജോലി? പാടത്തപ്പണി, കൊയ്ത്തും പണിയും. എൻ്റെ മോലാളിൻ്റെ അവിടെ അതിന് പോകാൻ ഇപ്പോൾ എനിക്ക് കളവലിയാണ്. എനിക്ക് ഇതാ കുറേ ആയിട്ട് എനിക്ക് വയ്യാണ്ട് പോയിട്ടില്ല എൻ്റെ മോലാളിൻ്റെ അവിടെ. 77 വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർക്കാണ് ഈ ഒരു ദുർഗതി എന്ന് നമ്മൾ ഓർക്കണം. അവരുടെ റേഷൻ കാർഡ് നോക്കൂ, ഇങ്ങനെ കീറിയിട്ടിരിക്കുകയാണ്. 100% അർഹതപ്പെട്ട ഒരാളാണ്. ഈ നമ്മുടെ സപ്ലൈ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ
ഏതോ ഒരു പിഴവ് മൂലം സംഭവിച്ചിട്ടുള്ളതാണ്. ഇതൊരു അന്വേഷണം നടത്താതെ അവരുടെ കാറിൻ്റെ മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡിനെ വെട്ടി അതിനെ കീറി കൊടുക്കുകയും പരാതി പറയാൻ പോയപ്പോൾ അവരോട് ദേഷ്യപ്പെട്ട് കീറിയ കൈ കൊടുത്ത് പുതിയ കാർഡ് അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തത്. അത് വെള്ളക്കാർഡാണ്. ഞങ്ങളൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാരാണ്, കാലങ്ങളായിട്ടുള്ള ബന്ധമുള്ള നേരിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഇവർക്ക് വേറെ കൃഷിയോ വരുമാന മാർഗ്ഗമൊന്നുമില്ല. ഈ കിട്ടുന്ന പെൻഷൻ, കർഷകത്തോടുള്ള പെൻഷൻ കൊണ്ടാണ് ഉപജീവനം കഴിയുന്നത്. 2-3 ആൺമക്കളാണ്, ഒരു മകൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. മറ്റുള്ള മക്കളൊക്കെ പല ഭാഗത്തും വേറെ താമസിക്കുന്നത്. നിന്ന് നിൽപ്പിൽ ഇവർ 1 ഏക്കറിൻ്റെ ഉടമയായിട്ട് 1 ഏക്കറിൻ്റെ ഉടമയായി. കാരണം അവർക്ക് മറ്റേ മക്കളെന്ന് പറഞ്ഞൊരു ഓട്ടോ ഓടിക്കുന്ന ഒരു മകനും വേറെ ഒരു മറ്റേ സെൻട്രൽ മണിക്കൊക്കെ പോകുന്ന ഒരു മകനും പിന്നെ മക്കളെ കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നത്. അവർക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ റേഷൻ കടയിൽ പോയി അരി കിട്ടാത്ത അവസ്ഥയായി ഇപ്പം. അല്ലെങ്കിൽ റേഷൻ കടയിൽ സാധനങ്ങൾ കറക്റ്റായി കിട്ടുന്നില്ല. അതിനെ കൂടെ പിന്നെ പെൻഷൻ നിർത്തിയിരിക്കുകയല്ലേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്തായാലും ഒരു 77 വയസ്സുള്ളൊരു അമ്മയാണ്. അവർക്കാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. അവരിപ്പോൾ സർക്കാർ ഓഫീസുകൾ ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവരുടെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുകൊടുക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രാദേശിക പൊതുപ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ മുൻഗണനയിൽ നിന്ന് അവർ പിന്തള്ളപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തികമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന തിരിച്ചടി എന്നുള്ളത് വളരെ വലുതാണ്. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉന്നയിക്കുന്നത്. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക്. തിരുവനന്തപുരത്തിന്റെ സകല സൗന്ദര്യങ്ങളും സമ്മേളിക്കുന്ന ഇടമാണ് പൂവാർ. പ്രകൃതി സൗന്ദര്യം കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഭൂമിക. പക്ഷേ ആ കാഴ്ച സൗന്ദര്യം കൊണ്ട് പൂവാറിനെ സമ്പന്നമാക്കിയ ഭൂതകാലം ഇന്നില്ല. കണ്ടൽക്കാടുകൾ ഇല്ലാതാകുന്നത് മുതൽ ഭൂമി കയ്യേറ്റം വരെ പൂവാറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂവാർ എന്ന കാഴ്ചയിലൂടെ അവിടുത്തെ മനുഷ്യരുടെ ദുരിത ജീവിതത്തിലൂടെ റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര നടത്തുന്നു. അഗസ്ത്യമലനിരകളുടെ വാലറ്റം തൊടുന്നത് പൂവാറിലാണ്. പൂവാറിന്റെ ഭൂമിശാസ്ത്രം സഞ്ചാരികളെ ആകർഷിക്കുക മാത്രമല്ല, ഒരു വലിയ ജൈവ പ്രകൃതിയെ സംരക്ഷിക്കുക കൂടിയാണ്. കടലും കായലും കാടും ചേർന്ന മണ്ണിനെ അത്ര കണ്ട് സംരക്ഷിക്കുന്നതാര്? ഇവിടുത്തെ ജനതയും കണ്ടൽക്കാടുകളും. പൂവാർ കാഴ്ചയുടെ ഉന്മാദമാണ് വിനോദസഞ്ചാരികളെ പൂവാറിലേക്ക് അടുപ്പിച്ചത്. വേനലും മഴയും അങ്ങനെ ഋതുക്കൾ ഏതു മാറി വന്നാലും പൂവാർ ആകർഷണമായി തുടർന്നു. കണ്ടൽക്കാടുകൾ തിങ്ങി നിൽക്കുന്ന കായലിന്റെ കൈവഴികൾക്കിടയിലൂടെ യാത്രയിൽ ഓളപ്പരപ്പിലെ അത്ഭുതങ്ങൾ. മണ്ണും മരങ്ങളും കാഴ്ച. പൂവാറിലെത്തുമ്പോൾ സൂര്യനും വശ്യമായ ആകർഷണമാകും. എണ്ണിയാലൊടുങ്ങാത്ത പക്ഷികൾ, കണ്ണുപോലും കൗതുകമാകുന്ന മീനുകൾ. ആ കാഴ്ചയ്ക്ക് പകരം വയ്ക്കാൻ മറ്റെന്തെന്ന് സ്വാഭാവികമായും ഇവിടെയെത്തുന്ന മനുഷ്യർ ചിന്തിക്കില്ലേ? ഈ കാഴ്ചകൾക്ക് പുറമെ പ്രകൃതി പൂവാറിന് നൽകിയ മറ്റൊരു നിധിയുണ്ട്. അതാണ് പൊഴിക്കര. ഒരു പ്രണയ കഥ പോലെ പൊഴിക്കരയെ ചിന്തിച്ചാൽ പരസ്പരം ഒന്നിക്കാൻ അത്രമേൽ ആഗ്രഹിച്ച കടലും കായലും. പക്ഷേ പ്രകൃതി എന്ന സത്യം അവയെ മുറിക്കുന്നു. വിരഹത്തിന്റെ കൊടുംദുഃഖത്തിൽ പ്രകൃതി നൽകിയ സൗന്ദര്യമായി അങ്ങനെ പൊഴിക്കര. പൂവാറിലെ മനുഷ്യർ എങ്ങനെ ഉയിര് പോറ്റി? കായലും കടലും പല രീതിയിൽ അന്നം നൽകി.
പക്ഷേ പച്ച പിടിച്ചത് ടൂറിസം ഒന്നുകൊണ്ടാണ്. എന്നാൽ പുതിയ കാലത്ത് പള്ളക്കടിക്കുന്നത് പല രീതിയിലാണ്. ഇവിടെ കൊണ്ട് തന്നെ ഞങ്ങൾ ചോറ് കഴിക്കുന്നത്, ഇവിടുത്തെ ജീവിതം കൊണ്ട് തന്നെ. അല്ല, ഞങ്ങൾക്ക് പുറത്തൊരു ജോലി ചെയ്യാനുള്ള ജോലിയും ഇല്ല, അങ്ങനെ ചെയ്യാൻ കഴിയും. ആ ടൂറിസ്റ്റ് മേഖല ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബീച്ച് കച്ചവടത്തിന് വന്ന് കിടക്കുന്നത്. അല്ല, നമുക്ക് ഇതൊക്കെ കൊണ്ട് തന്നെ മാർക്കം ജീവിതം കഴിയണത്. അതിഥികൾ കാഴ്ചകൾ കണ്ട് ആർത്തുല്ലസിക്കുമ്പോൾ അവരെ ഇരുകൈയും നീട്ടി സൽക്കരിക്കുന്ന മനുഷ്യർ ആശങ്കപ്പെടുന്നു. ഞങ്ങളിടുന്ന വേസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോകും. അവർ തണ്ണിയിൽ തന്നെ ഇടും, അവർ ഈ വെള്ളത്തിൽ തന്നെ ഇടും. എല്ലാം വേസ്റ്റിനെയും ശരി, വെള്ളവും ശരി. ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ചൊറിച്ചിലായിട്ട് വന്ന് പിന്നെ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി അവിടെ ഭയങ്കര വേസ്റ്റാണ് നമ്മൾ കുളിക്കുന്ന കടവ്. കായലാണ് വേസ്റ്റ് വെള്ളം. റിസോർട്ടിലുള്ള വെള്ളങ്ങളും ആ വെള്ളങ്ങളെല്ലാം ഇവിടെ എല്ലാ വീട്ടിലത്തെ വെള്ളങ്ങളും വേസ്റ്റുകളെല്ലാം ആറ്റിലാണ് ഇറങ്ങുന്നത്. ഈ പൊതുജലാശയങ്ങളായിരുന്നു പൂവാറിലെ മനുഷ്യരുടെ ആശ്രയം. അവയ്ക്ക് വരുന്ന ഓരോ മാറ്റവും ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെയും ബാധിക്കും. ശുദ്ധജല തടാകം മാലിന്യ നിക്ഷേപം കൊണ്ട് അശുദ്ധജല തടാകമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കണ്ടൽക്കാടിൽ ഇതിനും ചുറ്റിക്കിടക്കുന്ന ആറലും കംപ്ലീറ്റ് മലിനജലമാണ്. അതായത് ഇവിടുത്തെ പൂവാറ് മേഖലയിലുള്ള മുഴുവൻ വേസ്റ്റുകളും വന്നവസാനിക്കുന്നത് ഇവിടെയാണ്. നെയ്യാറിന്റെ കൈവഴികളിൽ നിക്ഷേപിക്കുന്ന മാലിന്യമാണ് പ്രധാന പ്രശ്നം. മാലിന്യമൊഴുകി തടാകത്തിലെത്തുന്നു. അതിന്റെ വഴി അന്വേഷിച്ച് ചെന്നാൽ കായലിന് ചുറ്റുമുള്ള അശാസ്ത്രീയ നിർമ്മാണങ്ങളിൽ വരെ എത്തും. AVM കനാൽ ഉൾപ്പെടെ കായലിന് ചുറ്റും ഭൂമി കയ്യേറി നിരവധി നിയമലംഘനങ്ങൾ. അധികാരികൾക്കൊരു പരാതി കൊടുക്കുകയോ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെന്ത് എന്തെന്ന് പോലും തിരിഞ്ഞു നോക്കാൻ പഞ്ചായത്തായിരുന്നാലും ശരി, വില്ലേജ് ആയിരുന്നാലും ശരി, ഒരു നടപടിയും എടുക്കാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. വെള്ളത്താൽ പുതച്ചു നിൽക്കുന്ന സുന്ദരിയായ ഭൂമി, ആ ഭൂമിയെ തൊട്ടും തലോടിയും തഴച്ചു വളർന്ന നയനമനോഹരമായ നാടും കാടും നോക്കി നിൽക്കെ ഇങ്ങനെ കൺമറയുന്ന കാഴ്ച കണ്ട് ദേശമിങ്ങനെ വിതുമ്പുന്നു. ഇതിൽ ആളുകൾ കുടിക്കുന്ന വെള്ളം ഉണ്ടാവും, ജനങ്ങൾക്ക് വരെ വളരെ ദോഷവും. പിന്നെ ഇവിടെ കുളിക്കുന്നു നൂറുകണക്കിന് ആളുകൾ ഈ വെള്ളത്തിൽ കുളിക്കുകയാണ്. അവരൊക്കെ ഇന്ന് നെയ്യാറ്റിൻകരയിൽ ആശുപത്രിയിൽ സ്കിൻ ഡോക്ടർമാരെ കാണേണ്ട ഒരു സാഹചര്യമാണ്. ഇതിനെല്ലാം അപ്പുറം മറ്റൊന്നു കൂടിയുണ്ട്. പൂവാർ എന്ന ദേശത്തിന്റെ അഴകിനെ നിർണയിച്ച കണ്ടൽക്കാടുകൾ. ലാഭക്കൊതി കൊണ്ട് കയ്യേറ്റം തുടർക്കഥയായപ്പോൾ പതുക്കെ പതുക്കെ കണ്ടൽക്കാടുകൾക്കും രക്ഷയില്ലാതെയായി. അനന്തപുരിയുടെ പ്രധാന ടൂറിസ്റ്റ് ഹബ്ബായി പൂവാർ മാറിയത് ഈ പ്രത്യേകതകളിലാണ്. അന്നവും ജീവിത വഴിയുമായ ഒരു ഭൂപ്രകൃതിയെ മരിക്കാൻ വിട്ടുകൊടുക്കാതെ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് പൂവാറിലെ മനുഷ്യർ. വെള്ളത്തിനുമേൽ പൂവ് പരന്നു കിടക്കുന്ന പ്രദേശത്തിന് രാജാവ് നൽകിയ പേര് പൂവാർ. മാനം മുട്ടെ ഭംഗിയുള്ള ആ നാടിന് പേര് ഒട്ടും അതിശയോക്തിയല്ല. ആ പ്രദേശത്തെ അഭയകേന്ദ്രമായും ആശ്വാസമായും പ്രാപിച്ചവരുമേറെ. പക്ഷേ ഇനിയും ഈ നാടിനെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് അട്ടഹാസ ചിരിമുഴക്കാനാകുമോ? ക്യാമറാമാൻ അഭിലാഷ് തൊഴുവങ്കോടിനും സതീഷിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. നവീകരണത്തിനായി അടച്ച കോഴിക്കോട് മാവൂർ ശ്മശാനം തുറന്നു കൊടുക്കാനാകാതെ കോർപ്പറേഷൻ. 4 വർഷമായി ശ്മശാനം പ്രവർത്തിക്കാത്തതിനാൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് നഗരത്തിലുള്ളവർ. കെട്ടിടങ്ങൾ പണിതുയർത്തിയതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ലെന്നാണ് ആരോപണം. കരാർ കമ്പനിയുടെ വീഴ്ചയെന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം. നഗരവാസികളുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ സംസ്കാര ചടങ്ങുകൾക്ക് ആശ്രയം ശ്മശാനങ്ങളാണ്. ഏറ്റവും അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിലൊന്നാണ് കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിൽ ഒരു ശ്മശാനമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ്? വാ പരിശോധിക്കാം. കോഴിക്കോട് മാവൂർ റോഡിലാണ് കോർപ്പറേഷന് കീഴിലുള്ള ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് കടന്ന് ഉള്ളിൽ കടന്നാൽ ഇടതുവശത്തായി കാണുന്നതാണ് വൈദ്യുത ശ്മശാനം. കഴിഞ്ഞ 1 വർഷമായി വൈദ്യുത ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. ഒരു നൂറ്റാണ്ട് കാലം പഴക്കമുള്ള ശ്മശാനമാണ് മാവൂർ ചാളത്തറ ശ്മശാനം. ഇത് ഉണ്ടാക്കിയത് ശ്രീനാരായണ ഗുരു ദേവൻ്റെ കാലഘട്ടമാണ് ശ്രീനാരായണ ദേവൻ സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1.5 ഏക്കർ ആണ് ഇതിൻ്റെ സ്ഥലമുള്ളത്. പക്ഷേ ഇന്ന് ആ 1.5 ഏക്കർ സ്ഥലം പോലും ഇവിടെ കാണാനില്ല. ഒന്നത്. രണ്ടാമത്തത് 2020 ഒക്ടോബർ മാസമാണ്
ഈ ശ്മശാനം പൂർണ്ണമായിട്ട് നവീകരണത്തിൻ്റെ പേര് പറഞ്ഞ് അടച്ചുപൂട്ടിയിട്ടുള്ളത്. അന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് വാതക ശ്മശാനമായിരിക്കും ഉണ്ടാവുക, പരമ്പരാഗതമായ രീതിയിലുള്ള വിറക് വെച്ചുള്ള ശവസംസ്കാരം ഇനി ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ശ്മശാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണ്. തങ്ങളുടെ അച്ഛനെയും പൂർവികന്മാരെയും ശവസംസ്കരിച്ച സ്ഥലത്ത് തന്നെ തന്നെയും സംസ്കരിക്കണമെന്നൊരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധം ശ്മശാനമായിട്ട് ജനങ്ങൾക്കുണ്ട്. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. പതിനാല് ചൂളകളുള്ള പരമ്പരാഗത ശ്മശാനം പ്രവർത്തിച്ചിരുന്നതും ഇതേ കോമ്പൗണ്ടിൽ തന്നെയാണ്. 4 വർഷം മുമ്പാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഇത് പൂട്ടിയത്. പക്ഷേ ഇപ്പോഴും പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ശ്മശാനത്തിൽ 3 വാതകവും 2 ചൂളകളുമാണ്, 5 എണ്ണം മാത്രമാണ് നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വലിയ അപര്യാപ്തതയാണ് കാണിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ ശ്മശാനം എന്ന സംവിധാനം ഉണ്ടാക്കുന്നതിന് പകരം വലിയ മൂടിയുള്ള കെട്ടിടമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ ചൂളകൾ വെക്കുന്നതിന് പകരം ഹോളുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജനങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലല്ല കോഴിക്കോട് കോർപ്പറേഷനും ഇതിനുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾ പ്രവർത്തിച്ചുള്ളത്. 1 വർഷം കൊണ്ട് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ ശ്മശാനം 4 വർഷമായിട്ടും ഇതുവരെ പണി പൂർത്തിയായിട്ടില്ല. 1.5 ഏക്കർ ഭൂമിയിൽ 100 വർഷം മുമ്പ് ആരംഭിച്ച പരമ്പരാഗത ശ്മശാനമാണ് നവീകരണത്തിന്റെ പേരിൽ ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്നത്. കിലോമീറ്ററുകൾ അകലെയുള്ള വെസ്റ്റ് ഹിൽ ശ്മശാനവും പുതിയ പാലത്തെ ശ്മശാനവുമാണ് കോഴിക്കോട് നഗരത്തിലെ സാധാരണക്കാരുടെ ഇപ്പോഴത്തെ ആശ്രയം. ഇവിടെ വരുന്ന ബോഡിയൊക്കെ പുതിയ പാലം, മാങ്കാവ്, വെസ്റ്റ് ഹിൽ ഇങ്ങനെയല്ലേ സ്ഥലത്തെ കൊണ്ടുപോകുന്നു. ഇവിടെ ആദ്യം 14 ചൂള ഉണ്ടായിരുന്നു. അപ്പോൾ 14 ചൂള തന്നെ തയ്യലില്ല, ചില ഭാഗമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കൂട്ടൽ. ഇപ്പോൾ 2 ചൂള മാത്രമേ ഉണ്ടാക്കിയപ്പോൾ. അത് ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബോഡി വെക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഹൈറ്റ് ഉണ്ട് കുറവാണ്, ജസ്റ്റ് വാക്ക് കത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2 ബോഡി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോഡിയൊക്കെ പല സ്ഥലത്തേക്ക് വിടേണ്ടി വരും. ഓരോരുത്തർക്ക് താല്പര്യം ഇതാണ്, നമ്മൾ ആചാരപ്രകാരം ചെയ്യാനും കർമ്മങ്ങൾ ചെയ്യാനും ഇതെല്ലാത്തിനും വേണ്ടിയുള്ളൊരു മുൻ MLA പ്രദീപ് കുമാറിന്റെ ആസ്തി വികസന ഫണ്ടും കോഴിക്കോട് കോർപ്പറേഷന്റെ ഫണ്ടും ഉൾപ്പെടെ 3 കോടിയിലധികം രൂപയാണ് നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. കരാർ കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളല്ലാതെ പദ്ധതി എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ പുറമേ കാണുന്ന ഈ പുറമോടി മാത്രമുള്ളൂ എന്ന് സാരം. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനും ഹരികൃഷ്ണനുമൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. എന്തായാലും ഒരിക്കലും തീരാത്ത ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ലല്ലോ. 4 വർഷമായി മൃതദേഹ സംസ്കാരത്തിന് ബുദ്ധിമുട്ടുകയാണ് നഗരത്തിലുള്ള ആൾക്കാർ. എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ. റൈഡിംഗ് റിപ്പോർട്ടിലൂടെ 24 മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാവട്ടെ. അവിടെ മൃതദേഹ സംസ്കാരം ഏറ്റവും ആദരവോടുകൂടെ നടക്കേണ്ട കാര്യം എത്രയും വേഗം ഭംഗിയായി നടക്കും എന്ന് വിശ്വസിക്കാം. കൃഷിക്കും ടൂറിസത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള മേഖലയാണ് കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ. എന്നാൽ യാത്രാ സൗകര്യങ്ങൾ ഇവിടുത്തെ വികസനത്തെ പലപ്പോഴും പിന്നോട്ടടിക്കുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി നിർമ്മാണം പൂർത്തിയാക്കാതെ കിടക്കുന്ന കല്ലുപുര വാക്കേത്തറ റോഡ് ഇതിനൊരു ഉദാഹരണമാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ ഒന്ന് ആശുപത്രിയിൽ പോകാൻ പോലും വലിയ ദുരിതമാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇതുപോലെ മികച്ച നിലവാരമുള്ള റോഡുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. പലതും നല്ല നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ കോട്ടയം കല്ലറയിൽ 25 വർഷമായി ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന ഒരു റോഡുണ്ട്. ആ റോഡിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ. ഇതാണ് ആ ദുരിതപാത, കല്ലുപുര വാക്കേത്തറ റോഡ്. കടുത്തുരുത്തി, കല്ലറ, തലയാഴം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാതയ്ക്കായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ 25 വർഷം കഴിഞ്ഞിട്ടും റോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചില്ല. ഇത് ഏകദേശം ഇപ്പോൾ ഈ റോഡ് വന്നിട്ട് ഒരു 20 വർഷത്തിൽ മേലെ 20-25 വർഷത്തോളമായിട്ടുണ്ട് റോഡ് വന്നിട്ട്. ഞങ്ങളുടെ പിള്ളേർക്കോ ഇവിടെയുള്ള രോഗികൾക്കോ ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കാണ് ഈ റോഡ് കിടക്കുന്നത്. വലിയ വണ്ടി റോഡ് എടുക്കാൻ പോവുക, ഇങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് എല്ലാ വണ്ടിക്കാരൊന്നും വരാറില്ല.
നമ്മളോടൊപ്പം ഈ പ്രദേശത്തുള്ള ചില നാട്ടുകാരും കൂടി ചേരുന്നുണ്ട്. അവരോടും കൂടി നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇത് ഒരുപാട് വർഷമായോ ഇത് ഇങ്ങനെ റോഡ് കിടക്കാൻ? റോഡ് കുറേ കാലമായി. വെള്ളം പൊങ്ങുന്ന ഒരു ഏരിയ ആയതുകൊണ്ടേ കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അൽഫോൺസ് കണ്ണന്താനം കോട്ടയം ജില്ലാ കളക്ടർ ആയിരിക്കുമ്പം കല്ലുപുര പാലത്തിന് അംബേദ്കർ ഗ്രാമമായിട്ട് PK രാഘവൻ മന്ത്രി വൈക്കം തൊള്ള ആ പീരീഡിൽ ശിലാഫലവും കാര്യങ്ങളും ഉണ്ട്. അവിടെ ഒരു പാലം പണിയുന്നു. അംബേദ്കർ ഗ്രാമമാക്കുമ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ ഫണ്ടിൽ നിന്നാണെന്ന് തോന്നുന്നു പാലത്തിന് ഫണ്ട് അനുവദിക്കുന്നു. പാലം പണിത് അത് കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് റോഡ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം 30 വർഷമായി ഏകദേശം. ഇതിൽ വൈക്കംകാർ ഒരു കോൺട്രാക്ടർ വന്ന് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു വർക്ക് നടത്തിയതിൻ്റെ ശിലാഫലകം കപിക്കാടുണ്ട് എത്തക്കുഴി ജംഗ്ഷനിൽ. അത് നടത്തിയ റോഡാണ് ഈ കാണുന്നത്. മെറ്റിലിട്ട് കളത്തറ വരെ ചെയ്ത് ഇതിൻ്റെ അറ്റം 1-ാം വാർഡിൻ്റെ അറ്റം. അത് കഴിഞ്ഞിട്ട് 1 രൂപയും ഇവിടെ മുടക്കിയിട്ടില്ല. അപ്പം ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ ടെൻഡർ വെച്ച് ഭരണാനുമതി കിട്ടി 20 കോടി വെച്ച് കഴിഞ്ഞപ്പം ഈ പറഞ്ഞ തലയാഴം പഞ്ചായത്തുകാർക്ക് വീതി കൊടുക്കാൻ സ്ഥലമില്ല. അങ്ങനെ വന്ന് അത് ബ്ലോക്ക് ആയെന്നാണ് ഞങ്ങളുടെ അറിവ്. ഞങ്ങൾ കല്ലറ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്തുള്ള ഈ ആൾക്കാർക്കും പുറത്തുനിന്ന് വരുന്നവർക്കും ഒക്കെ ഉപകരിക്കുന്ന ഈ റോഡ് 17 കോടി രൂപ ഭരണാനുമതി കിട്ടി മുഖ്യമന്ത്രി ആ ഫയലിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് ഒരു പരിപാടി ഇപ്പം നടക്കത്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വർക്ക് നടക്കും എന്നാണ് ഞങ്ങളുടെ അറിവ്. കൃഷിക്കുള്ള പ്രാധാന്യം പോലെ തന്നെ ടൂറിസത്തിനും വലിയ സാധ്യതയുണ്ട് ഈ മുണ്ടാർ മേഖലയിൽ. അതുകൊണ്ട് തന്നെ ഈ റോഡ് വന്നാൽ ഈ പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് അത് ഗുണം ചെയ്യുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നെല്ലാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഈ നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊണ്ടുപോകാനോ അതുകൂടാതെ വളം കൊണ്ടുവരാനോ വിത്ത് കൊണ്ടുവരാനോ ഒക്കെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് വഴി വരാൻ ഒരു മാർഗ്ഗവുമില്ല. നേരത്തെയൊക്കെ നമുക്ക് തോട് സൗകര്യം ഉണ്ടായിരുന്നു, വള്ളത്തെ കൊണ്ടുവരായിരുന്നു. ഇപ്പോൾ ഈ റോഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേ തോടെല്ലാം അടഞ്ഞു പോയി. നാലുവരിപ്പാതകളും 6 വരിപ്പാതകളും മാത്രമല്ല, ഇതുപോലെ സാധാരണക്കാർ സഞ്ചരിക്കുന്ന റോഡുകളും നിലവാരമുള്ളതാകണം. എങ്കിൽ മാത്രമേ വികസനം പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമായെന്ന് പറയാൻ സാധിക്കൂ. ക്യാമറ പേഴ്സൺ സജീവൻ എസിനൊപ്പം ടോബി ജോൺസൺ, 24 കോട്ടയം. ഇതോടെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ്.